ഹലോ, എല്ലാവർക്കും രാധു സ്പൈസി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യലുണ്ട്. അപ്പോൾ ക്രിസ്മസ് കൂടാരം ഉണ്ടാക്കും, ക്രിസ്മസ് ട്രീയും റെഡിയാക്കും. അപ്പോൾ ക്രിസ്മസ് കൂടാരം മെയിൻ റെഡിയാക്കുന്നതിൻ്റെ ആളെൻ്റെ ഏട്ടനാണ്. അപ്പോൾ ഏട്ടനെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും, കുഴി കുത്താനും ഇതൊക്കെ. അതിൻ്റെ ഫൈനൽ ഇതെന്ന് പറയുന്നത് ഏട്ടനാണ് ചെയ്യുക കംപ്ലീറ്റ്. പിന്നെ ക്രിസ്മസ് ട്രീ റെഡിയാക്കും, കംപ്ലീറ്റ് ബലൂണും ഇതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാവും കേട്ടോ. ബിബിൻ എന്ന് പറഞ്ഞൊരു ഏട്ടനായിരുന്നു അന്ന് ആവാറ്. അപ്പോൾ അതാവുമ്പോൾ ഞങ്ങളെ അപ്പൂപ്പൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഒരു റെഡ് നൈറ്റ് എടുത്തുകൊണ്ട് വരും. ഇപ്പോൾ അത് 2-3 ഇയർ ഞങ്ങൾ യൂസ് ചെയ്യും കേട്ടോ നൈറ്റ്. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് സൈഡിലാണെങ്കിൽ നമ്മൾ മാക്സി ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ സിബ് ഉണ്ടാവില്ല, അതുകൊണ്ട് ബാക്ക് സൈഡിലാക്കിയിട്ട് സിബുള്ള ഭാഗം ഇടും. എന്നിട്ട് വയറിലൊരു ചെറിയ പില്ലോ വെച്ച് കെട്ടും. അപ്പൂപ്പനെ നല്ല കുമ്പ വേണ്ടേ, അപ്പോൾ എന്നിട്ട് നൈറ്റി ഇടും. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കയ്യിൽ ഒരു വടി ഉണ്ടാകും, ആ വടിയുടെ അറ്റത്തൊരു ബലൂണും കെട്ടും. പിന്നെ നമ്മൾ ആകെ വാങ്ങുന്നൊരു സാധനമാണ് ബലൂണിൻ്റെ കൂടെ പിന്നെ അപ്പൂപ്പൻ്റെ ഒരു മാസ്ക്. അത് ഞങ്ങൾ 3-4 വർഷം, അതായത് അത്രയും ചീത്തയാവുന്നവരെ ഞങ്ങളത് തന്നെ യൂസ് ചെയ്യും കേട്ടോ. എന്നിട്ട് അപ്പൂപ്പൻ്റെ മാസ്കിൻ്റെ കൂടെ തന്നെ തൊപ്പി ഉണ്ടാവും, അതുകൊണ്ട് തൊപ്പി എക്സ്ട്രാ വാങ്ങേണ്ട ആവശ്യമില്ല. എന്നിട്ട് അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ റെഡിയാക്കി നമ്മുടെ എല്ലാവരും വീട്ടിലോട്ടും ഇങ്ങനെ പോകും. അതായത് ഞങ്ങൾ ഈ കളിക്കുന്ന എല്ലാവരും വീട്ടിൽ തന്നെയാണ് പോവുക. അപ്പോൾ കുറേ പൈസയൊന്നും കിട്ടില്ല കേട്ടോ. ചില ആൾ 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ, മാക്സിമം 10, അങ്ങനെയൊക്കെ കൂടുതൽ പൈസ എന്ന് പറയാനുണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെ മുട്ടി സൗണ്ട് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ കാലി വെള്ളത്തിൻ്റെ ബോട്ടിലുണ്ടാവും, മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ, അതെടുത്തിട്ട് അത് രണ്ടും തമ്മിൽ മുട്ടും. പിന്നെ പണ്ടത്തെ നമ്മുടെ മിൽമയുടെ പാൽപ്പൊടീൻ്റെ ഒക്കെ ടിന്നുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ വടി വെച്ചിട്ട് ഇങ്ങനെ കൊട്ടും. അപ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ വേറൊരു ക്രിസ്മസ് സെലിബ്രേഷൻ.